അപ്പം തുടങ്ങാം. അപ്പം ഹലോ ഗൈസ്, ഇന്നത്തെ ടോപ്പിക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ വിശ്വാസം എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ വിശ്വസിക്കുന്നത്. ഇന്ന് കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ സത്യം സംഭവിക്കുമോ ഇല്ലയോ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ ആസ്ട്രോണോമി വേഴ്സസ് ആസ്ട്രോളജി. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഔട്ടർ സ്പേസിൽ വേഴ്സസ് ആൾക്കാർ എന്തൊക്കെയാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ കാശും മറ്റതൊക്കെ ബിസിനസ്. എനിക്കാണെങ്കിൽ അത്ര നോളജ് ഇല്ല. ഉണ്ട്, കുറേ കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു മീ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആനന്ദോട്ട് തുടങ്ങാം. ആനന്ദ്, യു ടെൽ മീ, നമ്മുടെ ആസ്ട്രോളജിയും ആസ്ട്രോണോമിയും ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് ആനന്ദന് എന്തോ ഡിഫറൻസ് തോന്നുന്നത്? ആസ്ട്രോണമി എന്ന് പറയുന്നത് പക്ക സയൻസും മറ്റേത് സൂഡോ സയൻസുമാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. ആസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പറയും ശാസ്ത്രം എന്നൊക്കെ പറയും. ജ്യോതിശാസ്ത്രമാണ് എന്ന് പറയും. അതെന്ത് ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതെ, ഇതൊരു ബിസിനസ്സാണ് ആക്ച്വലി. പിന്നെന്താ പറയുക, കുറേ ആൾക്കാർക്ക് ഇതിൽ ബ്ലൈൻഡ് ബിലീഫ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാണ്, ഒരിക്കലും ഇത് രണ്ടും ഒന്നായി കാണരുത്. കറക്റ്റ് നല്ലൊരു വ്യത്യാസമുള്ള സംഭവമാണ് ഇത് രണ്ടും. അതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കാത്തൊരു കാര്യമാണ് ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത്. ഒരു രീതിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആശിഷ് വിശ്വസിക്കുന്നുണ്ടോ അതിന്? ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ നോർത്തിൽ മാംഗ്ലിക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ഒരു വുമൻ്റെ ബാധിക്കുന്ന കാര്യം. ഇറ്റ്സ് ലൈക്ക് എനിക്ക് നാട്ടിൽ അതിന് ചൊവ്വാദോഷം എന്ന് പറയും. ഇറ്റ്സ് ലൈക്ക് ഒരു വുമൻ ഒരു കല്യാണം കഴിച്ച് മറ്റേ ഫാമിലി പോയാൽ ആ ഫാമിലിയിൽ പിന്നെ കുറേ ബാഡ് സംഭവങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയും. ലൈക്ക് പ്രൈം എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ചത്തവും ആ വീട്ടിലെ മെയിൽസിന് പ്രശ്നമാണെന്നൊക്കെ പറയും. നാട്ടിലും പറയും, അവിടെയും പറയും. ഞാൻ അങ്ങനെ എന്നുവെച്ചാൽ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ കേസസ് കണ്ടിട്ടുണ്ട്, റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ടെന്ന്. അത് കോയിൻസിഡൻസും ആകാം. പക്ഷെ കോയിൻസിഡൻസ് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം അത് ഇങ്ങനെ കുറേ കേസസ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യത്തിൽ അതിൻ്റെ അറിയത്തില്ല അതെന്തുവാന്ന്, അതിൻ്റെ ലോജിക് ബിഹൈൻഡ് എന്നത്. പക്ഷെ ഇങ്ങനെ കല്യാണം കഴിച്ച് പോകുമ്പം ഈ ദോഷമുള്ളതുകൊണ്ട് ഹസ്ബൻഡിന് ലൈക്ക് ഇങ്ങനെ മരിച്ചു പോവാണെങ്കിൽ അതിന് ലൈക്ക് ഇവരിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്തിട്ട് അത് സത്യത്തിൽ പിന്നെ മരിച്ചു പോകുമ്പം ഈവൻ ബൈ എനി ചാൻസ് അത് അവരുടെ ബിലീഫ് കൂട്ടുക. അത് ശരിയാ, മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ബിസിനസ് ഓഫ് ഫിയർ. എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് അൺസർട്ടനിറ്റി ഉണ്ട്. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് സത്യത്തിൽ മരിച്ചു പോയാൽ അത് അവരുടെ ബിലീഫ് സ്ട്രോങ് ആക്കും. അയ്യോ മറ്റേ അവിടുത്തെ നമ്പൂതിരി പറഞ്ഞ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ അത് ഉണ്ടായിട്ട് പണിക്കര് ഉണ്ടായി ഇനി അയ്യോ അവരിനി എന്തുവാ പറയുന്നത് അങ്ങനെ കേൾക്കണം. കേട്ടില്ലെങ്കിൽ അവര് കോപിക്കും, പിന്നെ ഷാവും ഒക്കെ തരും. ഇരട്ടി പൈസ കൊടുക്കണം. പിന്നെ അത് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ പിന്നെ ഇരട്ടി പൈസ കൊടുക്കണം, മറ്റേ പൂജയും മറ്റേ മറിച്ചുണ്ടൊക്കെ. അപ്പോൾ ഓൾറെഡി കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പൂജ ചെയ്ത് എങ്ങനെ മാറ്റാൻ പറ്റണമെന്നാണ് എനിക്കറിയാത്തത്. അതൊരു ഗോഡിന്റെ വില്ലാണെന്നുണ്ടെങ്കിൽ ഗോഡിനെ ഇംപ്രസ് ചെയ്തിട്ട് പ്ലീസ് ചെയ്തിട്ട് കൈക്കൂലി കൊടുക്കുന്ന കൈൻഡ് ഓഫ് എന്ന് വെച്ചാൽ ഞാൻ കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രോളജീസ് അവർക്ക് എനിക്കൊന്നൊരു മേജർ പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് അപ്പോൺ യുവർ പാസ്റ്റ് ഡീഡ്സ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കുറേ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ സംതിങ് ലൈക്ക് ദാറ്റ്. ഈ റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞത് ഹിന്ദു മിത്തോളജിയിൽ മാത്രമല്ലേ ഉള്ളൂ കൂടുതലായിട്ട്? അതൊരു ബുദ്ധിപരമായിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനിറ്റിയിലില്ല. സോറി എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ ജീസസ് മരിച്ചിട്ട് പിന്നെ അത് റിസറക്ഷൻ അത് വേറെ തന്നെ. അത് റീഇൻകാർണേഷൻ മരിച്ചു പോയിട്ട് വേറൊരു ബോഡിയിൽ, അതെ, വേറെ സോളായിട്ട്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടാ, അത് എനിക്കിനി അറിയത്തില്ല ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കുഴപ്പമാണോ അല്ലേ എന്ന്. പക്ഷെ ദിസ് എ റിയൽ സ്റ്റോറി. ഇതിന് കേസും ഉണ്ട്, ഇന്ത്യൻ ജുഡീഷ്യൽ കോർട്ടിൽ കേസും ഇതിനുണ്ട്. എന്താ സംബന്ധം? ഒരു പണ്ടൊരു സമയത്ത്, പണ്ടല്ല ഒരു 1900s ഇന്ത്യൻ ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഒരാള് എനിക്കൊന്ന് early 2000s എങ്ങാണ്ട് മരിച്ചുപോയി, കൊന്ന്. ആഫ്റ്റർ ഒരു 5-6 വർഷം ഒരു കൊച്ചു ജനിച്ച് വേറെ ഏതോ ഒരു നാട്ടില്. അപ്പോൾ അവിടെ
ആ കൊച്ചു ജനിച്ചിട്ട് ഒരു 3-4 വയസ്സായപ്പോ കൊച്ചു പറയാൻ തുടങ്ങി, ഇതെന്റെ വീടല്ല, എന്റെ ഭാര്യ എവിടെ, എന്റെ കൊച്ചെന്തിയെ, പിന്നെ എന്നെ അവിടോട്ട് കൊണ്ടുപോയി, ഞാൻ എവിടെ എന്റെ ശരിയായ വീട്. അവിടെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് എന്നെ ഇവിടെ വെച്ചാ കൊന്ന, എന്നെ ഇങ്ങനെ കൊന്ന, എന്നെ ഇവരെ കൊന്ന വെപ്പൻ ഇതായിരുന്നു, അവരെന്നെ കൊന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ ഇട്ട് ആ വെപ്പൻ അവിടെ കളഞ്ഞ്. ആൻഡ് സർപ്രൈസിംഗ്ലി ഇത് പറഞ്ഞ സ്റ്റോറി ഇല്ല, അതൊക്കെ മാച്ച് ചെയ്ത് വെപ്പൻ കിട്ടി, മർഡേഴ്സിനെ പിടിച്ച് കോർട്ട് ആ കേസ് അവരെ പ്രതികളെ അത് കൊടുത്ത് ശിക്ഷ കൊടുത്ത്. ഒന്ന് ആലോചിക്കേ, ഇപ്പൊ ഒരു പുള്ളിക്ക് ഇത് അറിയായിരുന്നു, പക്ഷെ പുള്ളിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റില്ല. പുള്ളി കൊച്ചിനെ വെച്ച് കളിച്ചൊരു കളിയായിരുന്നെങ്കിലോ. ഈ കേസ് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അവരെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരിക്കും പറഞ്ഞ ഫോക്ലോറാന്നാ പറഞ്ഞത്. എനിക്കത് കറക്റ്റ് അറിയില്ല, ഞാൻ അതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടെന്നൊക്കെ പറഞ്ഞു ഉണ്ടാകുന്ന കഥ, അതായത് സത്യം തോന്നുന്നു നമുക്ക്. ഉണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ അങ്ങനെ പറയാ, ഉണ്ടായിരുന്നു. അല്ല, കേസ് ഉണ്ടാവുന്ന പറയുമ്പോ അതിന് കേസിന്റെ നമ്പറൊക്കെ കാണുമല്ലോ, ഇല്ലേ? അവര് കാണിച്ചില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണ കുറെ കഥകളുണ്ട്, പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട്. അല്ല, ഞാൻ ഈ കഥ ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇതേ സെയിം ഒരു പെൺകുട്ടിയായിരുന്നു, ചെറിയ പെൺകുട്ടി. പുള്ളിക്കാരി ഔട്ട് ഓഫ് നോവെയർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട് ഇതല്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേസ് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അതൊരു ഫോക്ലോർ പോലെയായിരുന്നു. അതായത് ആൾക്കാരത് പറഞ്ഞു അല്ല, ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ഫോക്ലോർ അല്ല. നമ്മളിപ്പോ ഇത് പോഡ്കാസ്റ്റ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് അതൊക്കെ കിട്ടി. ഇന്ത്യൻ ജുഡീഷ്യൽ ആ കേസ് നമ്പറും ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങളുടെ എന്തോ ആയിരിക്കും അഭിപ്രായങ്ങൾ? അതൊരു സ്റ്റണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഇത് ഒപ്പിച്ചതായിക്കൂടെ? അതായത് ഫാമിലിക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. കാരണം ഇവിടെ US കുറേ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികൾ. അല്ല, ഇപ്പം അതിനകത്ത് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഈ കൊന്ന ആള് വേറൊരു സ്റ്റേറ്റിലാണ്, ഈ കൊച്ചു വേറൊരു സ്റ്റേറ്റിലാണ് ബോൺ ചെയ്തത്, ഒരതും ഇല്ല, റിലേഷനും ഇല്ല. ആയിക്കോട്ടെ, ഒരു സ്റ്റേറ്റ് അല്ലേ, വേറെ രാജ്യത്തൊന്നും അല്ലല്ലോ. ഇന്ത്യയിലെ ഒരു കാര്യം കേരളയിൽ നടന്ന ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാ. ഇപ്പൊ അവർക്ക് അവരുടെ കുടുംബത്തിൽ വേറെ ആൾക്ക് ഇത് മൊത്തം അറിയാം, ഇത് തെളിയിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ ഇത് ഒന്ന് സ്റ്റേജ്ഡ് ആക്കിക്കൂടെ? അറ്റൻഷന് വേണ്ടി ചെയ്യാം ആൾക്കാർക്ക്. അല്ല, 4-5 വയസ്സിലെ കൊച്ചിനെ ട്രെയിൻ ചെയ്ത് സമ്മതിച്ച്, പക്ഷെ സ്റ്റേജിലാക്കാൻ പാടില്ലേ. പക്ഷെ ഇത് എങ്ങനെ വരും കൃത്യം നടന്ന്? അപ്പൊ നീ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആത്മാവെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ആനന്ദ് പറഞ്ഞ ഫോക്ലോർ ആണെങ്കിൽ ഓക്കെ ആണ്, പക്ഷെ ഇത് ഫോക്ലോർ അല്ലെങ്കിലോ? അതുകൊണ്ടാണ്. അല്ല, അപ്പൊ ആത്മാവെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? കാണുമായിരിക്കും, കാണണം. ആത്മാവെന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ എന്താ നീ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്, അതല്ലേ? എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ അല്ല, മറ്റേ ഈ ഡ്രോയിങ്ങിലൊക്കെ വരച്ച് കാണിക്കുന്ന പോലെ ഒരു മറ്റേ അതല്ല, ലൈക്ക് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്. നമ്മള് ലൈക്ക് ബർത്ത് എടുത്തു കഴിഞ്ഞ് നമ്മൾ കണ്ണു തുറക്കുമ്പം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്. നിനക്ക് ബോഡി ഇല്ലെങ്കിലും അതുണ്ടാവോ? ഇല്ല, അത് പാടല്ലേ? അതെങ്ങനെ പാടാണ്? നീ എന്തോ പറയുന്നത്? അപ്പൊ പിന്നെ ഞാൻ ഇതിലേക്ക് വന്നത് അല്ല, അത് അപ്പൊ ബോഡി ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ബോഡി ഇല്ലാതെ പിന്നെ ഇതെങ്ങനെ സഞ്ചരിച്ച് വേറൊരു ഇതിലേക്ക് പോയി? നമ്മള് റീഇൻകാർണേഷനോട് കണക്ട് ചെയ്തിട്ടാട്ടോ ഇതൊക്കെ പറയണം. അതുകൊണ്ട് ചോദിച്ചതാണ്. അതായത് റീഇൻകാർണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചത്തു, എന്റെ ബോഡിയിൽ നിന്ന് സോള് പോയി വേറൊരു ഇതിലേക്ക് ഹോസ്റ്റലിലേക്ക് കയറുക. അപ്പം കോൺഷ്യസ്നെസ് ഞാൻ പറയുന്നത് വെച്ചാൽ കോൺഷ്യസ്നെസ്സിനും ഇവര് മാത്തമാറ്റിക്കലി ഇവര് കോയിൻ ചെയ്തിട്ടുണ്ട് ടേം. അവരുടെ ഒരു 0-1 ലാംഗ്വേജിൽ, ഒരു ബിറ്റും ബൈറ്റും ആയിട്ട് 0-1 ലാംഗ്വേജിലും അവര് കോൺഷ്യസ്നെസ്സിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മള് ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നില്ല, അതും അത് പ്രോസസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് സംതിങ്. ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് അവിടെ പോവും, ഈശ്വരന് ഉണ്ടോ ഇല്ലെന്നും പറഞ്ഞ മനസ്സിലായില്ല. ഇല്ല, ഞാൻ ഇതറിയാനാ, ഈ ആത്മാവെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഇത് പൊളിക്കാവുന്നുള്ളൂ. നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ലല്ലോ. അറിയാലോ, സുഖമായിട്ട് അറിയാലോ ആത്മാവ് ഉണ്ടോ ഇല്ലെന്ന്. നിന്റെ ഒപ്പീനിയൻ പറയും. അല്ല, നമ്മുടെ ഇത് ഫുള്ള് കെമിക്കൽ റിയാക്ഷൻ ആണ്. അതെ, നമ്മുടെ കോൺഷ്യസ്നെസ് പറയുന്നത് ഫുള്ളി നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ റിയാക്ഷൻ മാത്രമാണ്. അത് എപ്പോ നിൽക്കണോ അവിടെ തീർന്നു. അല്ല, അതിനൊരു ഇത് ഇളക്കം വരുമ്പോൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ അപ്പൊ നിന്റെ സോൾ എവിടെ പോയി? സോള് പോയില്ലേ എന്നറിയില്ലേ? ഡിമെൻഷ്യ അല്ലെങ്കിൽ അംനീഷ്യ വന്ന ആൾക്ക് കോൺജറിങ്ങിലൊക്കെ പറയണ പോലെ സോൾ എവിടെ പോയി? അല്ല, അവരിതല്ലല്ലോ പറയുന്നത്, അവര് ജീവനില്ലാതിരിക്കത്തില്ലല്ലോ.
അവരെന്തെങ്കിലും ചെയ്യും, അവർക്ക് മറവി അത് അവരുടെ കണ്ടീഷൻ അല്ലേ. അല്ല, അപ്പൊ ആ സോളിന് എങ്ങനെ മറവി വരുന്നു? അതായിക്കൂടെ. അപ്പൊ സോളിന് എവിടെ ഓർമ്മ സ്റ്റോർ ചെയ്യണേ? അതാണ് ഉദ്ദേശിച്ചത്. സോൾ എന്ന് പറയുന്ന സാധനം, സോൾ എന്ന് പറഞ്ഞ സാധനത്തിന് സ്റ്റോർ ചെയ്യണ എവിടെയാ ഓർമ്മ? ഇതിപ്പം പിന്നെയും 2 വേർഡ്സ് വന്നായി. ഇപ്പൊ അല്ലല്ല, ഞാൻ ചോദിച്ചതാ. ഞാൻ ഇതിന്റെ ഒരു ഇതിപ്പോ എപ്പോഴും ഇങ്ങനെ, ഇതിപ്പം ഇവർ രണ്ടുപേരും ഏത്തിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇച്ചിരി വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തോ എടാ ഇത് അങ്ങനെയല്ല. ഇത് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ വരും? ഇപ്പൊ രണ്ടുപേരും എന്നോട് നമ്മളിത് ഞാനിത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുവാ. അല്ല, എന്നെ നിങ്ങൾ പ്രൂവ് ചെയ്ത് പിന്നെ നമ്മുടെ ഓഡിയൻസിൽ കുറെ ആൾക്കാർ കാണും ഇങ്ങനെ. അല്ലല്ല, ഞാൻ അത് പറഞ്ഞതാ. അതായത് ഇപ്പൊ നീ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും 50% ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞേ, ഈ ആൾക്കാര് എന്താ പറയണേ, മറവി വരുമ്പോ ഈ സോൾ എന്ന് പറഞ്ഞ സാധനത്തിനും മറവി വരുവാണെങ്കിൽ അപ്പൊ സോളിന് എങ്ങനെ ബുദ്ധി വരും അല്ലെങ്കിൽ ഓർമ്മ വരും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം ഈ ഓർമ്മ വെച്ചിട്ടല്ലേ ഈ സോള് പറന്നു പോയി അടുത്ത ജീവനിലേക്ക് എത്തുള്ളൂ. അപ്പൊ സോളിന് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇവിടെ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ സാധനം വരില്ല. അല്ല, അങ്ങനല്ലോ, എല്ലാ സോളിന് പെർഫെക്റ്റ് ആയിക്കൂടല്ലോ. ഒരെണ്ണത്തിന് എവിടെയെങ്കിലും ഡിഫക്റ്റ് വന്ന് കാണും, അങ്ങനെ ആയിക്കൂടെ? അങ്ങനെയല്ല, അത് സോൾ എന്ന് പറഞ്ഞ സാധനത്തിന് അങ്ങനെ സ്റ്റോർ ചെയ്യണ എവിടെ? എയറിൽ സ്റ്റോർ ചെയ്യുമോ ഈ സാധനം? ഒരു ലൈറ്റ് പോലെ ദൈവികം പോലെയാണ് ഇവര് കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുവാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. അതൊരു വേറെ തന്നെ ഇതായി മാറും. പിന്നെ ഇതായി മാറും. ഇത് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലൈക്ക് സിറ്റുവേഷൻ സത്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല. കാര്യം ഇതിനൊരു സ്റ്റഡി നടത്തിയതാ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ മറ്റേ ഈ ഇങ്ങനെ കിടക്കുന്നവരില്ലേ, മറ്റേ കോമയിൽ കിടക്കുന്നവരിൽ ഈ സ്റ്റഡി നടത്തിയതാ. മറ്റേ നമ്മള് സോളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലർ പറയും ഈ മറ്റേ മറ്റേ ദൈവത്തിന് തൊട്ട് ഞാൻ കണ്ടിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയും. ആ സംഭവം അവര് ടെസ്റ്റ് ചെയ്തതാ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർ ഈ കിടക്കുന്നതിന്റെ മുകളിലായിട്ട് കുറെ എന്തോ വരച്ചിട്ട് എന്തോ ഒരു ഡിസൈൻ ഉള്ളൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോമയിൽ കിടക്കുന്ന ഒരു പുള്ളിയുടെ മറ്റേ മുകളിൽ കോമയിൽ പോയി കഴിഞ്ഞിട്ട് മുകളിലൊരു ഡിസൈൻ ഉള്ളൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി എണീറ്റ് നടന്നു എന്നൊക്കെ പറഞ്ഞു. അതായത് ഈ സോള്, അതായത് ബോഡിയിൽ നിന്ന് എണീറ്റ് നടന്നു, ഇതെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി എണീറ്റ് കഴിയണേക്ക് മുന്നേ ഈ സാധനം ഇവർ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ടില്ല, മനസ്സിലായോ? പുള്ളിയുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളൂ. അതായത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ലേ, ആ സംഭവം അത് പ്രൂവ് ചെയ്ത ഒരു രീതിയായിരുന്നു അത്, ആ ഒരു സ്റ്റഡി. അപ്പോളെ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത്. ബാക്ക് ടു നമ്മളെ ജ്യോതിഷത്തിലേക്ക്. ജ്യോതിഷത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കെയോട്ടിക്കാണ്. കെയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ജ്യോതിഷന്മാർ പറയണതിൽ എനിക്ക് ഒരു മെയിൻ ഒരു ഡൗട്ട് ഉണ്ട്. ഒരു 2 ട്വിൻസ് ഉണ്ടായി, അവർക്ക് 2 പേർക്കും ഒരേ സമയത്ത് ഒരേ നാളിൽ എല്ലാം ഉണ്ടായതാ. പക്ഷെ അവർക്ക് 2 പേർക്ക് 2 രീതിയിലല്ലേ ലൈഫ്. പക്ഷെ അവരപ്പോ പറയുമ്പോ പറയും ഇത്ര സെക്കൻഡ്സ് ഇത്ര മാറി, അവർ ഒരു കൊച്ചിനെടുത്തപ്പോഴത്തേക്കും നക്ഷത്രം ഇപ്പറായിരുന്നു പറയും. അങ്ങനത്തെ ടീമാണ്. ആ സെക്കൻഡില് വ്യത്യാസം വന്നെന്നാണ് അവര് പറയാ. അങ്ങനെയാണ് പറയാ. നമ്മളിപ്പോ കുട്ടീനെ വെളിയിലേക്ക് എടുക്കും, ഒരേ നാളും ഒരേ സമയമൊക്കെ ആയിരിക്കും, വല്ല സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടാവും. സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടാവും. നമ്മളത് പറഞ്ഞില്ലെങ്കിൽ 2-2 അവരുടെ അടുത്ത് പ്രസന്റ് ചെയ്ത് അവര് 2-2. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് രണ്ടും കൂടെ മറ്റേ വയറ് മുറിച്ചിട്ടൊക്കെ എടുക്കൂലേ? ആദ്യം ഏത് കൊച്ചിനെടുക്കുന്നു ആ കൊച്ചാണ്. അത് 2 ഒരുമിച്ച് എടുത്തൂടെ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ എന്ത് പറയും? ഡൗട്ട് ഉണ്ട്. അപ്പോഴും ഈ 2 ജീവൻ 2 രീതിയിലല്ലേ മരിക്കുക. അപ്പൊ എനിക്കൊരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങളെ 2 പേരെയും ജനിച്ചു, പക്ഷെ എഴുതിക്കാൻ കൊണ്ടുപോകുമ്പോ 2 പേരെ കൊണ്ടുപോയി കരുതിക്കോ, 2-2 കിട്ടുള്ളൂ. ഇതിപ്പം എന്റെ കൊച്ചാണ്, ട്വിൻസ് ആണെന്ന് പറഞ്ഞാലേ ഉള്ളൂ അവര് ഏകദേശം സിമിലാരിറ്റി ഉണ്ടാക്കാൻ നോക്കുള്ളൂ. അതെ, സിമിലർ ആയിരിക്കും. അപ്പൊ അല്ല, സിമിലർ ആയിരിക്കരുതും, നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതല്ല, ഞാനൊരു ജ്യോതിഷനായിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഞാൻ അവരുടെ വേറെ എഴുതത്തുള്ളായിരുന്നു. ഇതിങ്ങനെ ഈ പുള്ളി ഇങ്ങോട്ട് പോകും, ഈ കൊച്ചു. അല്ല, അതാ ഞാൻ ചോദിച്ചത്, അതെങ്ങനെ അവര് അത് അവിടെ ആ ഡെറിവേഷൻ എടുക്കും. പിന്നെ ഈ പറയുന്ന ഈ സെയിം ആളുടെ ഔട്ട്പുട്ട് ആയിരിക്കില്ല നീ വേറെ ആളുടെ അടുത്തുകൊണ്ട് കാണിച്ചത്. അത്രേ ഉള്ളൂ, ഒരിക്കലും സെയിം ആവില്ലല്ലോ. അതാണ് ഇതിനകത്തൊരു ജനറൽ സംഭവം വരുന്നില്ല. പക്ഷെ ആൾക്കാരുടെ ജീവിതം ഇതിന്റെ പേരിൽ കുറെ ഇതാവുന്നുണ്ട്, കൊളാവുന്നുണ്ട്.
അതിലെന്ത് പറയുന്നത്? പിന്നെ ഞാൻ മറ്റേ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, അത് ബുറാഡി ഹൗസ് എന്ന് പറഞ്ഞ. അപ്പൊ അവിടെ നോർത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ്. ഇത് ഒരു ഫാമിലിയിൽ 12 പേരുണ്ടായിരുന്നു, 12 to 18 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 12 ആണെന്ന് തോന്നുന്നു, സോറി നോട്ട് ഷുവർ അബൌട്ട് ദ നമ്പർ. അതിനകത്ത് നല്ല ഫാമിലി ആയിരുന്നു, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ലൈക്ക് നെയ്ബേഴ്സ് ഒക്കെ പറയാറുണ്ട് നല്ല ഫാമിലി ആയിരുന്നു, ഓക്കെ ആയിരുന്നു. അതിനകത്ത് എനിക്കൊന്ന് ഏറ്റവും ഇളയ ലൈക്ക് അനിയൻ, പുള്ളിയുടെ ഫാദറുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആ ഫാദർ മരിച്ചുപോയി. എന്നിട്ട് ഈ പുള്ളി പറയാറുണ്ട് എൻ്റെ സ്വപ്നത്തിൽ നിന്ന് അച്ഛൻ വന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം ഈ നമ്മുടെ നോർത്തിലൊക്കെ മിൽക്ക് മാൻ ഉണ്ട്, പുള്ളി ഒന്ന് പാലൊക്കെ തന്ന് വെച്ചിട്ട് പോകും. പാൽ ആരും എടുത്തില്ല, പച്ചക്കറി ആരും എടുത്തില്ല. ഇവർക്ക് സ്റ്റോറും ഉണ്ടായിരുന്നു അവിടെ വീടിൻ്റെ താഴെ തന്നെ. സ്റ്റോറും തുറക്കുന്നില്ല. ഒരു ദിവസമായി. 2ാമത്തെ ദിവസം ഒരാളിങ്ങനെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആരും കഥ തുറക്കുന്നില്ല. ഇങ്ങനെ വിൻഡോ നോക്കിയപ്പം 12 പേര് ആ ഫാമിലി, കൊച്ചുങ്ങൾ മറ്റേ അമ്മുമ്മ, ഗ്രാൻഡ് പേരൻസ്, അവര് എല്ലാം കൂടെ തൂങ്ങിച്ചത്ത്. ഒറ്റ ഹാളിൽ തന്നെ എല്ലാവരും. ഇത് മറ്റേ എല്ലാവരുടെയും ഇതൊക്കെ മൂടി, മുഖമൊക്കെ മൂടി. ഇത് ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിരുന്നില്ലേ? അങ്ങനെയല്ല, അവര് പറയണത് ഗ്രാൻഡ് പാരന്റ് മീൻസ് അച്ഛൻ പറഞ്ഞിട്ട് ചെയ്താണ്, അച്ഛന്റെ അടുത്തേക്ക് എല്ലാവരും എത്താൻ വേണ്ടിട്ട്. അങ്ങനെ അപ്പം പുള്ളി ഒരു ഡയറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എനിക്ക് ഇത് ഞാൻ നോക്കിയപ്പം എനിക്ക് തോന്നിച്ചാൽ പുള്ളി ഡിപ്രസ്ഡ് ആയിരുന്നു. പുള്ളിക്ക് ഈ ഡിപ്രഷൻ വന്നിട്ടാ. പുള്ളിക്ക് ഇതൊന്നും എല്ലാരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്റെ ഒരു തോന്നല. പുള്ളി പറയാം ഞാൻ പോവുക, എല്ലാരെയും കൊണ്ടുപോകാൻ, എന്റെ എന്തായാലും തീരാറായി, നിങ്ങളെയും ഡയറിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ക്രിയകൾ ചെയ്യണം എന്ന് പപ്പ പറഞ്ഞ്. ഇങ്ങനെ ഇവിടെ പാല് വെക്കണം ആദ്യം, എന്നിട്ട് കൊച്ചുങ്ങൾക്ക് വേദന ഇരിക്കാൻ വേണ്ടി കൊച്ചുങ്ങൾക്ക് ആദ്യം നമ്മൾ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട്. ഒരാളെയും അതില് എന്താ പറയാ ഫോഴ്സ് ചെയ്തതിന്റെ ഒരു സൈനും ഇല്ല, എല്ലാരും വോളണ്ടിയർലി വന്ന് ചത്തത്. വേറെ ഇടിപിടി ഒന്നുമില്ല. ഒരാൾക്ക് ഡിപ്രസ്ഡ് ആകാം, ആ മെയിൻ കൾപ്രിറ്റ് ഡിപ്രസ്ഡ് ആകാം. പക്ഷെ അവൻ എനിക്കൊന്ന് ഹി യൂസ് ദിസ് ഫിയർ, ഈ ഒരു പേടി എല്ലാവരുടെയും അകത്ത് ഇൻജക്ട് ചെയ്തിട്ട് പുള്ളി വിശ്വാസം ഒരു നമുക്ക് നമ്മുടെ അച്ഛനെ കാണാം, അപ്പൂപ്പനെ കാണാം, ബാ എന്ന് പറഞ്ഞ്. അപ്പൊ അവന്റെ കൂടെ ഒരു 11 ആൾക്കാരെ വേറെ എടുത്തു. അതിനകത്ത് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ എനിക്കൊരു കാര്യം പറയാൻ പെട്ടെന്ന് ഓർത്ത, ഈ ചില ഇതിനകത്ത് കണ്ടില്ലേ, അമ്മയും കുഞ്ഞും കൂടെ തൂങ്ങി മരിച്ചു, അച്ഛനും മക്കളും തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയില്ലേ? ശരിക്കും അങ്ങനെയല്ല എഴുതണ്ടേ. അച്ഛൻ 2 പിള്ളേരെ കൊന്നു എന്നിട്ട് തൂങ്ങി മരിച്ചു. അമ്മ 2 പേരെ കൊന്നു എന്നിട്ട് തൂങ്ങി മരിച്ചു. അല്ലാതെ എല്ലാരും കൂടി കൊച്ചിനോട് ഡിസിഷൻ ഇല്ല. അതെ, അല്ലാതെ മറ്റേ എല്ലാരും കുടുംബത്തോട് മറ്റേ തൂങ്ങി ആത്മഹത്യ ചെയ്തെന്നല്ല ശരിക്കും പറയുന്നത്. തെറ്റാണ്. കാരണം പിള്ളേരെ എല്ലാത്തിനെയും കൊന്നു. ഇവര് കൊലപാതകൾ, അവര് ദേവർ കില്ലേഴ്സ്. എന്നിട്ടാണ് അവര്. പക്ഷെ അവർക്കൊരു അത് കാണുമല്ലോ, ഞങ്ങൾ പോയി ഞങ്ങളുടെ കൊച്ചുങ്ങളാരും നോക്കുന്നു. അല്ല സമ്മതിച്ചു. പക്ഷെ ന്യൂസിൽ എങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ ന്യൂസുകാരൊക്കെ പറയണത് ഇങ്ങനെയാ, കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്തു, അങ്ങനെയല്ല പറയണ്ടേ. അവര് കൊലപാതകളാ ശരിക്കും. അവര് കൊലപാതകളാ. പിന്നെ അവർക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയ ആൾക്കാർ പിന്നെ അവരും കൊലപാതകളാണ്. അത് ഇപ്പൊ കടമായാലും ആയാലോ കടമായാലോ അതിപ്പം എല്ലാരും ഇങ്ങനെ അതിനകത്തൊരു കൾപ്രിറ്റ് ആണ്. പക്ഷെ ആ കേസില് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ചുണ്ടാകുമ്പോ ആ കൊച്ചിന്റെ അവകാശി എന്നൊന്നും പറയാൻ ഒക്കത്തില്ല പേരൻസിന്. കൊണ്ടുവന്ന് ഈ വേൾഡ്, ഓക്കെ ദാറ്റ്സ് ഗുഡ്. പക്ഷെ പിന്നെ അത് തന്നെ ഒരാൾക്ക് ആലോചിക്കുക, അവർക്ക് ഇനി വേറെ വഴിയില്ല ആത്മഹത്യ. അപ്പൊ അവർ ആത്മഹത്യ ചെയ്താൽ കൊച്ചുങ്ങൾക്ക് എന്തോ പറ്റുമെന്ന് അതിനേക്കാളും അവരുടെ മെന്റാലിറ്റിയിൽ ഇതാക്കി ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങ് പോന്നോട്ടെ എന്നും പറഞ്ഞ്. അത് തെറ്റാണ്. പക്ഷെ അത് തന്നെ ഒരു മൊറാലിറ്റി വരും അവിടെ. ഇത് ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചുങ്ങളെ ആരും നോക്കത്തില്ലെന്ന് അവർക്കൊരു അതുണ്ട്. ടു ലീഡ് എ വേഴ്സ്റ്റ് ലൈഫ് ഇറ്റ്സ് ബെറ്റർ ദാൻ ടു അങ്ങനെ ഒരു എടുക്കുക. അപ്പൊ ആ ഡിസിഷൻ അവർക്ക് ഇതിപ്പം നമ്മുടെ കയ്യിലും ഇങ്ങനെ കുറെ ഡിസിഷൻസ് ഇൻ ഫ്യൂച്ചർ, ലൈക്ക് നമുക്കല്ല, ലൈക്ക് ഇൻ ഫ്യൂച്ചർ, ലൈക്ക് ഫോർ എക്സാമ്പിൾ പെറ്റ്സിന്റെ കാര്യത്തിൽ തന്നെ. ഇപ്പം പെറ്റ്സിന്റെ കാര്യത്തിൽ ലൈക്ക് നമ്മളോട് വെറ്റൊക്കെ പറയും, വേണമെങ്കിൽ ഈ ആനിമലിന് ജീവിച്ചു പോവാം, പക്ഷെ അത് ആ പെയിനിലായിരിക്കും. ഇറ്റ്സ് ബെറ്റർ ടു പുട്ട് ഇറ്റ് ഡൗൺ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഇതും അത് തന്നെ. ഇത് ഗവൺമെന്റ് നോക്കിയോളൂ. ഗവൺമെന്റ് എങ്ങനെ നോക്കും? നമ്മുടെ നാട്ടിലറിയില്ല, ഇവിടെ നോക്കും. ഇവിടെ നോക്കും. പക്ഷെ അവിടെ ഉണ്ടല്ലോ, അവിടെ ജൂനിയർ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഓർഫനേജ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ അത്ര സ്ട്രോങ് അല്ല. സ്റ്റിൽ അവര് ജീവിക്കൂലോ. ഫ്രീ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ കൊടുക്കും അവർക്ക്. അതാ ഈ ആ കണ്ടീഷൻ ജീവിക്കുന്നേക്കാളും ഭേദമാ അവർക്ക് അതില്ല.
അവർക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസം ഇല്ല ഗവൺമെന്റിൽ. അല്ലെങ്കിൽ ഗവൺമെന്റ് അത്രയും നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ US-ലും ചെയ്യുന്നുണ്ട് അങ്ങനെ ആൾക്കാർ. എന്ന് വെച്ചാൽ പണ്ടാട്ടോ ഞാൻ കൂടുതൽ കേട്ടുള്ള പണ്ടത്തെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ കടം കയറി അച്ഛൻ ചാവുന്നതിൻ്റെ ഒപ്പം എല്ലാവരും കൂടി വെടിവെച്ച് കൊന്നിട്ട് പുള്ളിയും വെടിവെച്ച് ചത്തു, അങ്ങനത്തെ കേസുകൾ. ആസ്ട്രോളജിയിൽ എനിക്ക് ഇവിടെയുള്ള ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് വിവാദം അല്ല മെയിനായിട്ട് നിങ്ങൾ പറയുന്ന മറ്റേ സണ്ണ് ഗ്രഹ എന്നാ പറയണേ, ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് ഇതിലാണ് സണ്ണ് ഗ്രഹം ആവാൻ പറ്റുന്നത് എന്നാണ് അറിയേണ്ടത്. അത് മറ്റേ ഇതില്ല എന്തായിരുന്നു പണ്ടത്തെ എല്ലാ എന്തായിരുന്നു റിലീജിയനിലാണെങ്കിലും എല്ലാ ഫെയ്ത്തിലാണെങ്കിലും അതൊന്നും ഇത്രയും കാലത്തും ജ്യോതിഷം മാറിയിട്ടില്ല. അപ്പോഴും ആ ഒരു സിമിലർ പാറ്റേണിൽ തന്നെയാണ്, അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഗ്രഹം എന്നാ പറയണേ. പക്ഷെ സണ്ണ് എന്ന് പറഞ്ഞ സാധനം എന്താ, അതിനകത്ത് ശരിക്കും മറ്റേ സോളിഡ് ആയിട്ടൊന്നും ഇല്ല. അത് ശരിക്കും മറ്റേ ഇതാണ് പ്ലാസ്മയും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജൂപ്പിറ്ററിലുണ്ടോ? അല്ല, ജൂപ്പിറ്റർ എന്തായിരുന്നു പറയാ, ഗ്യാസ് ജയന്റ് എന്ന് പറയാ. ഈ മറ്റേ സണ്ണ് ഗ്രഹമാണോ അത് വിടും. പക്ഷെ ആന്നിപ്പോ പറഞ്ഞില്ല അർത്ത് സെന്ററിൽ ആണെന്നാണ് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഇപ്പം മോഡേൺ വേയിൽ നമ്മളിപ്പം സ്പേസിനൊന്ന് പ്രൊജക്ട് ചെയ്തോണ്ടല്ലോ, സ്പേസിന് ഒരതും ഇല്ല. ഫോർ എക്സാമ്പിൾ ഡയമെൻഷൻ ഒന്നും ഇല്ല, നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പം ആ കേസില് ഞാൻ പറഞ്ഞതേ ഉള്ളു, ഇതൊരു ജനറൽ സയന്റിഫിക് അതാ. ഇപ്പം ഈ ഐപാഡ് ഈ ടേബിളിന്റെ സെന്ററിലാണെന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്, ഈ ഇതിന്റെ അക്കോർഡിംഗ് അല്ലേ ഇത് വെച്ചല്ലേ. അപ്പോ ആ വാസ്റ്റ് നമ്മൾ അങ്ങനെ എടുത്ത് നോക്കിയാ ഒരു ആംഗിളിലോ ഒരു ഡയമെൻഷനിലോ നമുക്ക് വേണമെങ്കിൽ അർത്ഥം സെന്റർ ആയിട്ട് വരും. മനസ്സിലായ? ഇപ്പൊ നമ്മള് സൺ ഇവിടെയാ അർത്ത് ഇവിടെയാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയുന്നത് എന്ത് സെന്റർ ആക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അർത്തിനും സെന്റർ ആയിട്ട് വരാം സ്പേസില്. അത് ഡിഫൈൻ സ്പേസ് ഡിഫൈൻഡ് അല്ലല്ലോ, നോട്ട് ഡിഫൈൻഡ്. അപ്പൊ ഒരു പോയിന്റിൽ അർത്തും സെന്ററിൽ വരും എല്ലാം. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, സണ്ണിനെ റിവോൾവ് ചെയ്യണ്ടല്ലോ എർത്ത്, മീൻസ് നമ്മളെ ചുറ്റുന്നുണ്ടല്ലോ എർത്ത്. എർത്ത് മാത്രമല്ല കുറെ ഗ്രഹങ്ങൾ ചുറ്റുണ്ടല്ലോ. അപ്പൊ സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്പേസ് ടൈം ബെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ ചുറ്റിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് സോളാർ സിസ്റ്റം മാത്രം നോക്കുകയാണെങ്കിൽ റെഫറൻസ് എടുത്തല്ലോ ഒരു ആ സ്പേസിൽ സൺ സെന്ററില്ല. പക്ഷെ നമ്മള് റെഫറൻസ് ഇച്ചിരി കൂടെ വലുതായിട്ട് എടുത്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ അർത്തും സെന്ററിൽ വരും. അത് തന്നെ, അത് നമ്മൾ ഇനിയും വലുതാക്കിക്കൊണ്ടിരുന്ന മിൽക്കി വേയും ഏതെങ്കിലും ഒരു സെന്ററിൽ വരും. റെഫറൻസിങ് മൂണിന്റെ സെന്ററിലാണ് മറ്റേ അല്ല. പക്ഷെ അതിലൊരു സ്പേസിൽ നമ്മൾ ഒരു പ്ലെയിൻ എടുത്തോണ്ടല്ലോ അതും വരും. പക്ഷെ അതിന് എനിക്കൊരു ഇത് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് പോയി കഴിഞ്ഞാല് സണ്ണ് സെന്ററിലല്ല, സണ്ണ് ഇതെല്ലാം കൂടി വലിഞ്ഞ് തെറിക്കുകയാണ്. അപ്പം സണ്ണും ഏകദേശം ഒരു ഇതിലാണ് മാറുന്നത്. അതായത് കുറച്ചും കൂടി ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് എല്ലാം തിരിയുന്നത്. അത് നമുക്ക് ഇത്രയും ആ മാസും ലൈക്ക് നമ്മുടെ പിന്നെ സോളർ സിസ്റ്റം എടുത്തോണ്ടല്ലോ, നമ്മുടെ ഗാലക്സി തന്നെ അതും ഒരു ഇതില്ല, ലൈക്ക് അതും ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. എല്ലാം ഒരു ലൈറ്റ് ഇയേഴ്സിൽ സംഭവം ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല്, പണ്ടത്തെ ഇതിലൊക്കെ പറയുമ്പോൾ എർത്ത് വലുതാണ്, അവരുടെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് വലുത്, സൂര്യൻ ചെറുത്, ഗ്രഹങ്ങൾ ചെറുത്. ആ ഒരു ഐഡിയോളജി, ആ ഒരു ഐഡിയ തെറ്റാന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെയാണ് കൊന്നു കളഞ്ഞത്. പേര് മറന്നുപോയി സയന്റിസ്റ്റുകളുടെ. ഗലീലിയോനെയൊക്കെ പിടിച്ച് ജയിലിലിട്ടു. എന്തായാലും സൂര്യന് ചുറ്റാണ് നമ്മൾ കറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ പൊക്കോ. അല്ല, ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ഇവരൊക്കെ മനഃപൂർവ്വം ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ സയന്റിസ്റ്റുകാർക്ക്. അപ്പൊ അവരാരായിരുന്നു ആ സമയത്ത് ഡോമിനേറ്റ് ചെയ്തിരുന്ന? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പണ്ടത്തെയൊക്കെ ഇവർക്ക് റിലീജിയസ് അല്ലെന്ന് അറിഞ്ഞാലേ ഇവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഫണ്ടോ ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടൂല. ഈവൻ ഗലീലിയോനെ പോലും ഫണ്ട് എത്ര പ്രാവശ്യം ബുക്ക് റദ്ദാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു, പള്ളി വരെ വിളിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയിലും ഏർത്ത് സെന്റർ ഭയങ്കര സീനായിരുന്നു അത്. അതല്ലേ പറഞ്ഞു, പുള്ളിനൊക്കെ ജയിലിലേക്ക് ഇട്ടതും ശിക്ഷയൊക്കെ കൊടുത്തത് ഇതിന്റെ പേരിൽ. ഈ രണ്ടാം നിയമം വരാൻ കാര്യം എന്താ? അത് വരാൻ കാര്യം എന്തായിരുന്നു? അതെനിക്കറിയില്ല, ഞാൻ വലിയൊരു ഐഡിയ അല്ലേ അതിനകത്ത് ഫുള്ള് മറ്റേ തെറ്റ് കണ്ടുപിടിച്ചോണ്ടല്ലേ ഇത് വന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാല് പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ചാണോ? അങ്ങനല്ല.
ഒന്ന് ജീസസ് ക്രൈസ്റ്റിന് മുന്നേയും ഒന്ന് ജീസസ് ക്രൈസ്റ്റിന് ശേഷമുള്ള കാര്യമാണ് ന്യൂ ടെസ്റ്റിമണി. അല്ലാതെ പഴയതിനെ വെളുപ്പിക്കാൻ വേണ്ടി പുതിയത് ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. അത് ശരിയല്ല. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന്. ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം പഴയതിൽ മൊത്തം തെണ്ടിത്തരാ. അതിപ്പോ എല്ലാത്തിലും ഉണ്ട് സ്ലേവറിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിലാണെങ്കിലും എല്ലാത്തിനും ഉണ്ട് സ്ലേവറി എന്ന് പറയുന്ന കാര്യങ്ങൾ. സ്ലേവറി മാത്രമല്ല, മറ്റേ ബലി കൊടുക്കല്. ബലി കൊടുക്കല് അതൊക്കെ എപ്പോഴും ഉണ്ട്. ഈ ഇതിന്റെ ഈ ആസ്ട്രോളജിന്റെ പേരിലാന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊരു പെണ്ണിനെ ഇതാക്കിയില്ലായിരുന്നോ, എന്തായിരുന്നു പറയാ, ബലി കൊടുത്തില്ലായിരുന്നു, നരബലി. ഹ്യൂമൻ സാക്രിഫൈസ്. ഈ നോർത്തിലും ആനിമൽ സാക്രിഫൈസ് ആണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, ഹ്യൂമൻ സാക്രിഫൈസ്. ഹ്യൂമൻ സാക്രിഫൈസ് ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അത് പിന്നെ ഇപ്പം അത് പിന്നെ ഉണ്ടോയില്ലേലും കാര്യമില്ല, ആൾക്കാരല്ലേലും ചത്തും കൊന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് പക്ഷെ അത് സ്വന്തം ഫാമിലിയുള്ള ആൾക്കാരെ കൊല്ലുന്നത്. നോർത്തിലുണ്ടായിരുന്നാണ് മകളെയും 2 മക്കളെ പെൺകുട്ടികളായിരുന്നു, അത്യാവശ്യം വലിയ കുട്ടികളാണ്. അച്ഛനും അമ്മയും കൂടി കൂടിയിട്ട് ഇതിന്റെ പേര് പറഞ്ഞ് കൊന്നു കളഞ്ഞിട്ട്. ഏറ്റവും സാക്രിഫൈസ് ആണല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്നത്, സതി. അത് വേറെ ചുമ്മാ അടി കൊടുത്താൽ പോരായിരുന്നു അച്ഛനും അമ്മയും, ചുമ്മാ കൊന്നൊക്കെ. പക്ഷെ ടോക്സിക് ആണ്, വലിയ സീനാണ് അതൊക്കെ. പിന്നെ ഈ മരിക്കാന്ന് പറയണതൊക്കെ ഉണ്ടല്ലോ, മരിച്ചു കഴിയുമ്പോൾ അതായത് സാക്രിഫൈസ്, അതായത് നമ്മൾ വേദന, പെയിൻ വെച്ച് ബ്രൈബ് ചെയ്യുന്ന പരിപാടിയാണ് മെയിനായിട്ട് ഇതിനകത്ത്. ഇതിൻ്റെ മെയിൻ സൈക്കോളജി പെയിൻ വെച്ചിട്ട്, അതായത് നമ്മൾ ഇത്ര സഹിച്ചു, ഇനി വേറെ സഹനമൊന്നും തരരുത് ദൈവമായിട്ട്, നമ്മളായിട്ട് ഓരോ സഹനം നമ്മളായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഈ നീ പറയണത് ഈ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ശൂലം ഇതൊക്കെ കുത്തി ഇറക്കുന്നത് അതിന്റെ പേരില ഈ പെയിൻ ബ്രൈബ് ചെയ്യാനാണ് മെയിനായിട്ട് പെയിൻ എടുക്കുന്നത്. അല്ല, ഇതൊക്കെ അവിടെ നോർത്തിലും പറയും, ഈ ചെവി അത് ചെയ്ത ലക്കൊക്കെ വരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സർക്കിളിൽ മോസ്റ്റ്ലി അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു മൂഡുണ്ട് ഒരു ചെവിയൊക്കെ ഒന്ന് അത് ചെയ്യാൻ. റിലീജിയസ് അതിന് വേണ്ടിയല്ല, പക്ഷെ അത് കാണാനൊരു അതിനൊരു റിലീജിയസ് അതുണ്ട്. കാതുത്ത് നല്ല ഇതാണെന്നൊക്കെ ലൈക്ക് ജെൻസിന്. അപ്പം പണ്ടൊക്കെ അതിനകത്തുണ്ടാകും, പക്ഷെ ഇപ്പോഴൊക്കെ നല്ല ഫാഷനായിട്ട് അപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തുവാ ചെവി മാത്രമാണോ ഇപ്പൊ എന്തൊക്കെ കുത്തുന്ന ആൾക്കാർക്ക് തന്നെ അറിയത്തില്ല. കുറെ ഇവിടെയും 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 മൂക്കിന്റെ അടിയിലും അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുത്തുന്ന. അത് കാനഡയില് അത് നമുക്ക് പക്ഷെ ഇതൊക്കെ മറ്റേ പിള്ളേരെയൊക്കെ നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് ഇത് പ്രശ്നമാണ്. അപ്പൊ ഇതോ ഓക്കെ, നമ്മളിപ്പോ ജ്യോതിഷത്തിൽ നിന്ന് മാറിപ്പോവാണ്. അല്ല, അന്ധവിശ്വാസങ്ങളെല്ലാം കൂടെ പറയാം. ശരി, അപ്പൊ മറ്റേ എന്താണെന്ന് പറയാ, അപ്പൊ നീ മറ്റേ വരയ്ക്കേണ്ടി വരും, എവിടെയാണ് വിശ്വാസം എവിടെയാണ് അന്ധവിശ്വാസം എന്ന്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ് കാര്യങ്ങൾ. നിനക്ക് എങ്ങനെയാണ് പറയാ? എനിക്കോ വിശ്വാസം അന്ധവിശ്വാസം എവിടെ വെച്ച് നീ ഡിവൈഡ്, നിന്റെ ഒപ്പീനിയൻ പറയാം. വിശ്വാസം ഞാൻ അങ്ങനെ ആയിട്ട് ലൈക്ക് നമ്മുടെ നാട്ടില് ആൾക്കാർ എങ്ങനെ ഹിന്ദുസം പ്രാക്ടീസ് ചെയ്യുന്ന, നമ്മൾ റെഗുലർ പ്രാക്ടീഷണേഴ്സ് അല്ല. ഞാൻ സ്പെഷ്യലി ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിപ്പം റെഗുലർ പ്രാക്ടീഷണറാണ്. ഇപ്പൊ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ചണ്ഡീഗഡിലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ട്യൂസ്ഡേ അമ്പലത്തിൽ പോയേനെ, സാറ്റർഡേ അമ്പലത്തിൽ പോയേനെ. അത് നോട്ട് ജസ്റ്റ് ഫോർ ഒരു റിലീജിയസ് അതിന്. ഇപ്പം നമ്മുടെ നോർത്തിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ പോകുന്നതിന്റെ ഒരു അതെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരു റിലീജിയസ് തൊഴാൻ പോകല്ല. അവിടെ വേറെ ആൾക്കാർ വരും. ഇതൊരു ഗാദറിംഗ് പ്ലേസ് ആണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ആൾക്കാർക്ക്. അതൊരു കൾച്ചറൽ അത് തന്നെ വായി നോക്കാനോ അല്ലെങ്കിൽ അവിടെ വേറെ കൂട്ടുകാരന്മാർ വരും. അപ്പൊ അവരുമായിട്ട് ഇരുന്ന് ലൈഫിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ. അപ്പൊ അതിനൊരു റിലീജിയസ് സാറ്റിസ്ഫാക്ഷൻ വരുന്ന അവിടെ ആൾക്കാരുണ്ട്. തൊഴാനും അവർക്ക് അവിടെ ഇരുന്ന് നാമമൊക്കെ ജപിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേവലാതിപ്പെടുത്താതൊരു പീസ് വരുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോളോ ഇറ്റ്. പക്ഷേ ഇഫ് ഇറ്റ്സ് കമ്മിങ് ഓൺ ടു യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യണം. വെൻ ഇറ്റ് കംസ് ടു യുവർ ലൈഫ് ഓർ എനി അതർ ഹ്യൂമൻസ് ലൈഫ്, അപ്പം അവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്യണം. ഫോർ യുവർ ഓൺ പീസ് ഓഫ് മൈൻഡ്, സേക്ക് ഓഫ് ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഇറ്റ്സ് ഗുഡ്, യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. അതിനായിരുന്നു ഐ ബിലീവ് അതിനായിരുന്നു റിലീജിയൻസ് ഒരു 4 വഴിക്ക് പോയത്. വേറെ റിലീജിയൻസ് ഒക്കെ ഉണ്ടായത് ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പീസ് ഓഫ് മൈൻഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉണ്ടായതായിരുന്നു റിലീജിയൻസ്. അത് പ്രാക്ടീസ് ചെയ്തോ, പക്ഷേ അൺടിൽ അൺലെസ് ഇറ്റ്സ് കോസിങ് ഹാം ടു എനിബഡി എൽസ് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അവിടെ ഒരു ലൈൻ എനിക്ക് വേണ്ടി അതാ ലൈൻ പറയുന്നത്. അൺടിൽ അൺലെസ് ഇറ്റ്സ് കംസ് ടു എ ലൈഫ്, ഹ്യൂമൻ ലൈഫ്, ഇറ്റ്സ് ഗുഡ്. നിങ്ങൾ എന്ത് പറയുന്നു? സത്യം എന്താ പറയുക, ഞാൻ ഒരു വിശ്വാസിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഇതുമില്ല. പക്ഷേ
ഇവനിപ്പോൾ വിശ്വസിക്കുന്നു, ഇവൻ പോയി പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു പ്രശ്നമല്ല, ആര് പ്രാർത്ഥിച്ചാലും പ്രശ്നമല്ല. പക്ഷെ വേറെ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് നീ രാത്രി നഖം വെട്ടാൻ പാടില്ല റൂമിൽ നിന്ന്, അപ്പൊ എനിക്ക് ചൊറിയും. ഇതെനിക്കറിയാം ആരെ ഉദ്ദേശം പറഞ്ഞു. അല്ല അങ്ങനെയല്ല, എനിക്കറിയാം ആരെ ഉദ്ദേശം പറഞ്ഞത്. കണ്ട ആളില്ല, മറ്റേ പണ്ട് ജഗദീഷ് പറഞ്ഞില്ല ഇത് എന്നെ ഉദ്ദേശമാണ്, ഇത് എന്നെ മാത്രം ഉദ്ദേശം പറഞ്ഞാണ്, അതിപ്പം അവിടെ പറയാമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോഴൊക്കെയാണ് ശരിക്കും നമുക്ക് ഒഫൻഡഡ് ആവുന്നത്. പിന്നെ അതാ നമ്മളിതൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണ പോലെ ചൂളടിക്കരുത് പറയും, രാത്രി പാമ്പ് കയറിയെന്ന് പറയും. പിന്നെ എന്താണ് നഖം വെട്ടരുത്, വേറെന്തൊക്കെയാ പറയാ, കാലിട്ട് ആട്ടരുത് കസതിര്. ഞാൻ ഇപ്പോഴും ആട്ടുന്നുണ്ട്. അത് സംഭവം എന്താ അറിയോ, പണ്ടത്തെ ഈ അമ്മൂമ്മമാരൊക്കെ അല്ലേ ഈ മുറുക്കാൻ തുപ്പിയിട്ട് താഴെ വെക്കും. അപ്പൊ ഈ കുട്ടികൾ വന്ന് കാലാട്ടുമ്പോ അത് തട്ടി താഴെ വീഴും. അങ്ങനെ ചെയ്യരുത്. ഈ ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉറുമ്പിനെ കഴിച്ചു കഴിഞ്ഞാല് കഞ്ഞിലെ ഉറുമ്പ് വീണ് വരികോ, കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഇത് വരും പറയും, കാഴ്ച കൂടുന്ന പറയും, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കേട്ടോ. അതൊക്കെ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല് അന്ന് കഞ്ഞി മാത്രമേ ഉള്ളൂ, ഇനി ആ കഞ്ഞി കളയണം എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കഞ്ഞി ഇല്ല. അപ്പൊ കുട്ടികളെ അടുത്ത് പറയും നല്ലതാ ഉറുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ്, അങ്ങനത്തെ പരിപാടി അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങളുടെ അവിടെ പറയുമെന്ന് അറിയത്തില്ല, നോർത്തില് ഇപ്പം നമ്മൾ ചുമ്മാതെ ഒന്നും വെട്ടാതെ കത്രിക എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്ത അടി ഉണ്ടാവും എന്നൊക്കെ പറയും. കത്രിക എടുത്ത് ഇങ്ങനെ വെട്ടിയ എയറിൽ ചുമ്മാ എടുത്ത് വെട്ടിയ അടി ഉണ്ടാവും, അതായത് വീട്ടിനുള്ളില് പ്രശ്നം ഉണ്ടാവും. അത് വേറെ ലെവലിലേക്ക് പോയി. എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ആത്മാവിനെ മുറിയിപ്പിക്കരുത് അറിയില്ല, എങ്ങാനും മറ്റേ ന്യൂക്ലിയർ ഫിഷും എല്ലാം നടന്നാലോ എന്ന് ഓർത്തിട്ടായിരിക്കും. പിന്നെ അല്ല, നഖം വെട്ടരുത് എന്ന് പറയുന്നതും കൈ മുറിയുന്നൊക്കെ ഈ മെഴുകുതിരി വെളിച്ചത്തിൽ പണ്ട് നഖം വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്, കൊണ്ടു കളയാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പണ്ട്. അതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം രാത്രി സത്യം പറഞ്ഞാൽ നാഗം വെട്ടാൻ രാത്രി ഒരു മൂഡില്ല എനിക്ക്. ഐ വോണ്ട് ഡു ഇറ്റ്. അത് ഇതുകൊണ്ടല്ല, എനിക്കൊരു തെറപ്പി പോലെ നാം വെട്ടുന്നത്. സണ്ണി ഡേ വെയിലൊക്കെ വന്ന് വെളിയിലിരുന്ന് മനസ്സിലായി കുളിച്ചിട്ട് വന്നിട്ടേ വെളിയിലിരുന്ന് വെയിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ അതൊരു തെറപ്പി അല്ല. അപ്പൊ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് എന്റെ ഒരു അതാ. രാത്രി വേണമെങ്കിൽ വെട്ടിക്കോ. ഞാനിത് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇറങ്ങണേക്ക് തൊട്ട് മുന്നേ ആയിരിക്കും കാണണേ. ഓ പണ്ടായിരിക്കും. അല്ല, ഞാൻ നഖമൊക്കെ വെട്ടി മറ്റേ അതാ. പിന്നെ നീ എന്നോട്ടാ കണ്ടു തുടങ്ങി അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടെന്ന്. നമ്മുടെ ഇന്ത്യയിൽ ഇവിടുത്തെ നെയിൽ കട്ട്, നമ്മുടെ ഇന്ത്യൻ നെയിൽ കട്ടിട്ടില്ലേ, അതിനകത്ത് നെയിൽ കട്ടറും പിന്നെ മറ്റേ അതൊക്കെ നീ ഉപയോഗിക്കാറുണ്ടോ പണ്ട്? പിന്നെ നല്ല രസമുണ്ടായിരുന്നു. നെയിൽ കട്ടറില് മറ്റേ നെയിൽ കട്ടർ കാണും, പിന്നെ അത് അതിന്റെ മൂന്നാമത്തെ മറ്റേ അറ്റാച്ച്മെന്റിലായിരുന്നു. മറ്റേ ഇങ്ങനെ ചെയ്ത് അത് തന്നെ. അത് ക്യാനല്ല, ക്യാനല്ലടോ, മറ്റേ എന്തുവാ അല്ല. ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ. പറഞ്ഞ പോലെ ടോപ്പിക് ഒക്കെ നമ്മള് ഫിനിഷ് ചെയ്ത് പൊളിച്ചടക്കി കഴിഞ്ഞ് നല്ല ടോപ്പിക് ആയിരുന്നു. കൺക്ലൂഷനിൽ ഐ തിങ്ക് ഐ ഡ്രോ ദ ലൈൻ വെയർ ലൈക്ക് ഒരു കാര്യം കൂടെ. ഈ വിശ്വാസം എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാ? വിശ്വാസം എന്ന് പറഞ്ഞ വാക്ക് ലൈക്ക് വിശ്വാസത്തിന്റെ അർത്ഥം എന്താ? ട്രസ്റ്റ്. നമ്മുടെ മലയാളത്തില് ഈ ട്രസ്റ്റിനും ബിലീഫിനും ഫെയ്ത്തിനും ഒറ്റ വാക്ക വിശ്വാസം. ട്രസ്റ്റ്, ബിലീഫ്, ഫെയ്ത്ത്, ഇതിന് എല്ലാത്തിനും നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞോളൂ. വേറെ വാക്കുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, സത്യം. അപ്പൊ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ചേക്ക. ഞാൻ പറഞ്ഞ ഈ ബിലീഫും ഫെയ്ത്തും എന്ന് പറഞ്ഞ സംഭവമില്ലേ, ആ സംഭവത്തിലാണ് ഇത് നമ്മൾ വിശ്വാസം എന്ന് ഉദ്ദേശിച്ചത് ഈ പോഡ്കാസ്റ്റിൽ മൊത്തം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമല്ല. പിന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞ ആ ബിലീഫും ഫെയ്ത്ത് എന്ന് പറഞ്ഞ സാധനം, ഒരു സാധനം ഇല്ലാത്തതിനെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഉള്ളതിനെ നമുക്ക് കാണാമല്ലോ. ഉള്ളതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സംഭവമുണ്ട്.
അത് ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു ജ്യോതിഷൻ എന്നോട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞടാ നീ ഈ മാവിൻ ചവിട്ട് 3 റൗണ്ട് അടിച്ചാൽ നിനക്ക് ലൈഫിലെല്ലാം കിട്ടും. ഞാൻ ബൈ ചാൻസ് അത് അടിച്ച് അടുത്ത ദിവസം തന്നെ എനിക്ക് ലോട്ടറി അടിച്ചോ, അത് ചെയ്തോ, പ്രൊമോഷൻ കിട്ടിയോ, അത് വരും ഒരു പ്രോബിലിറ്റി ചാൻസ് ആയിരുന്നു. അത് ചെയ്തോണ്ടല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ അത് ചെയ്തപ്പം അത് കിട്ടിയപ്പോഴേ എന്റെ ബിലീഫ് സ്ട്രോങ് ആവും. അപ്പൊ എന്റെ ഒരു പീസ് ഓഫ് മൈൻഡ് വേണ്ടി ഇല്ലേ, ഞാൻ എല്ലാ ദിവസവും ആ 3 റൗണ്ട് അടിക്കും. ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്ട്. പക്ഷെ ഇത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ശരിയല്ല. ഇത് നമുക്ക് യൂസ് ചെയ്യാം ടു ക്രിയേറ്റ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ പീപ്പിൾ. ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ ഓക്കെ, അതിന് അല്ലല്ലോ എല്ലാവരും ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം, ഒരു ഇതായിട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഞാൻ കണ്ടേക്കണതിൽ കുറേ പേര് ഈ പണിക്കരുടെ അടുത്ത് പോയിട്ടും ഈ ജ്യോതിഷത്തിനൊക്കെ പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതും അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ആക്ഷൻസും അവർ തള്ളിക്കളയും. അവർ പറയും പണിക്കർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആഴ്ച മുതൽ അവിടെ മാറും, ഇങ്ങോട്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആകുന്നതിൽ വരുമ്പോഴത്തേക്കും മൊത്തം ഇതിലേക്ക് ബ്ലെയിം ചെയ്തിട്ട് അവരൊരു എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം എൻ്റെ സമയം മോശം. അതെനിക്ക് വല്ലാത്തൊരു വലിവായി തോന്നിയിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാതെ അയ്യോ അത് ലൈക്ക് മടിയും കൂടി ആയിട്ട് അതിൽ പറയും അയ്യോ നമ്മുടെ ടൈം ശരിയല്ല. ഇത് കേട്ട് ഞാൻ മടുത്തുണ്ട് കുറേ. എന്താ പറയണ, ഇനിയൊന്നും പറയുന്നില്ല, ടോപ്പിക് തീർന്നു കഴിഞ്ഞു. നല്ല ടോപ്പിക്കായിരുന്നു. വിൽ ഡ്രോ ദ ലൈൻ വെയർ ഒരാളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ അത് ബാധിക്കുന്നില്ലെങ്കിൽ, യു ആർ ഗുഡ് ടു പ്രാക്ടീസ് ഫോർ യുവർ ഓൺ പീസ് ഓഫ് മൈൻഡ്. പക്ഷെ ഡോണ്ട് സ്വന്തം ജീവിതത്തിന് അല്ല ബാക്കിയുള്ളവരെ മാത്രമല്ല, ഹ്യൂമൻ ലൈഫ് ഇൻ ജനറൽ, നിങ്ങളുടെയോ മറ്റവരുടെയോ. അപ്പം അത് ഒരു ലൈഫിനെ ബാധിക്കാതെ വേയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ യുവർ ഓൺ പീസ് ഓഫ് മൈൻഡ്. ദാറ്റ്സ് ഫ്രം our end. So this is your host Ash from the Blend Bureau signing off. Bye bye. എത്ര സമയം എത്രയായി?